ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിനോടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു 3 ബെഡ്റൂം ബഡ്ജറ്റ് വിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 3.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വെറും 4 കിലോമീറ്റർ മാത്രമാണുള്ളത്. കൂടാതെ കാക്കനാട് സിവിൽ സ്റ്റേഷനിലേക്ക് 6 കിലോമീറ്ററും സൺറൈസ് ഹോസ്പിറ്റൽ, ഭാരത് മാതാ കോളേജ് എന്നിവിടങ്ങളിലേക്ക് 7 കിലോമീറ്ററുമാണ് വരുന്നത്. കൊളോണിയൽ സ്റ്റൈൽ എലിവേഷനിൽ തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 100% നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നതും. 4 മീറ്ററോളം വീതിയിലുള്ള ഇന്റർലോക്ക് കട്ടുകൾ വിരിച്ച വഴിയാണ് വീടിന് മുന്നിലായി ഉള്ളത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. കടപ്പാക്കലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ വീട്ടിലെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. കൂടാതെ KW വാട്ടർ കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. ഗ്രാനൈറ്റിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ചെറിയൊരു സിറ്റ് ഔട്ട് ഇവിടെ നമുക്ക് കാണാം. മഹാഗണി മരത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ലൊരു മെയിൻ ഡോർ ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി വീടിൻ്റെ അകത്തേക്കൊന്ന് പോയി നോക്കാം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വലിയൊരു കോർണർ സെറ്റിയൊക്കെ നമുക്കിവിടെ സുഖമായി പ്ലേസ് ചെയ്യാവുന്നതാണ്. മൾട്ടിവുഡിൽ തീർത്തിരിക്കുന്ന മനോഹരമായൊരു TV യൂണിറ്റ് തന്നെ ഇവിടെ നമുക്ക് കാണാനാവുന്നുണ്ട്. നല്ലൊരു ഡിസൈനിൽ തന്നെയാണ് ഇത് നൽകിയിരിക്കുന്നത്. പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്തുകൊണ്ടുള്ള ഭംഗിയുള്ളൊരു സീലിംഗ് വർക്കും ഇവിടെ നമുക്ക് കാണാം. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമുക്കിനി വീടിൻ്റെ ഡൈനിങ് ഏരിയയിലേക്കൊന്ന് പോയി നോക്കാം. ഒരു 7 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി ഇടാവുന്നത്ര സ്പേഷ്യസ് ആക്കി തന്നെയാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങിമായി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ ആണെങ്കിലും ലിവിംഗ് ഏരിയയിൽ നിന്ന് പ്രൈവസി ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു പാർട്ടീഷൻ വർക്കൊക്കെ കിച്ചണിലുള്ള എൻട്രൻസിൽ നമുക്ക് കാണാം. ഗ്രേ കളറിലാണ് ഈ വീടിൻ്റെ കിച്ചൺ കബോർഡ് കൊടുത്തിരിക്കുന്നത്. താഴെയും മുകളിലുമായി നല്ല രീതിയിൽ തന്നെ ആവശ്യത്തിന് കബോർഡ് വർക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തീർത്തും വാസ്തുപരമായി തന്നെയാണ് വീടിന്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കിനി വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. ബെഡ്റൂമിന്റെ ഒരു ഭാഗത്തായി 2 പാളികൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വാർഡ്രോബും നമുക്കിവിടെ കാണാം. വുഡൻ കളർ ഫിനിഷ് വരുന്ന മൈക്കയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു സീലിംഗ് വർക്കും ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. സെറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഇവിടെ ഒരു ലിവിംഗ് സ്പേസ് ആണ്. നല്ലൊരു സീലിംഗ് വർക്കൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയുടെ ഒരു കോർണറിലായി മൾട്ടിവുഡിൽ തീർത്തൊരു സ്റ്റഡി ടേബിളും ഇവിടെ നമുക്ക് കാണാം. അതിനോട് ചേർന്ന് തന്നെ ഒരു പറഗോള ഡിസൈനൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയയാണ്. ഏകദേശം 8 അടിയോളം നീളത്തിലും 6 അടിയോളം വീതിയിലുമാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും യൂട്ടിലിറ്റി ഏരിയയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അടുത്തതായി ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. താഴത്തെ ബെഡ്റൂം പോലെ തന്നെ ഏകദേശം 12 അടിയോളം നീളത്തിൽ തന്നെയാണ് ഈ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് കാണാൻ സാധിക്കുന്നുണ്ട്. സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു സീലിംഗ് വർക്കും നമുക്കിവിടെ കാണാം. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. ഈ ബെഡ്റൂമിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ് ഇവിടെ ഒരു ബാൽക്കണി കൂടി ബിൽഡർ നൽകിയിട്ടുണ്ട്. നീളം കുറിച്ച് അല്പം വീതി കൂട്ടിയാണ് ഈ ബാൽക്കണി ചെയ്തിരിക്കുന്നത്. GA ട്യൂബിൽ തീർത്തൊരു ഹാൻഡ് റെയിലും ഇവിടെ നമുക്ക് കാണാം. വളരെ മനോഹരമായ ഒരു വ്യൂ തന്നെയാണ് ഈ വീടിന്റെ ബെഡ്റൂം ബാൽക്കണിയിൽ നമുക്ക് ലഭ്യമാവുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ ഇൻഫോ പാർക്കിന്റെ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമായി കാണാം. കൂടാതെ വണ്ടർല കൊച്ചിയും ഇവിടെ നിന്ന് നമുക്ക് സുഖമായി കാണാവുന്നതാണ്. നമുക്കിനി വീട്ടിലെ അവസാനത്തെയും 3ാമത്തെയും ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 13 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. 2 പാളികൾ കൊടുത്തുകൊണ്ടുള്ളൊരു വാർഡ്രോബ് ഇവിടെയും നമുക്ക് കാണാനാവുന്നുണ്ട്. ചെറിയൊരു പ്ലെയിൻ സീലിംഗ് വർക്കും ബിൽഡർ ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം.
ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാനത്തെ ഭാഗമായ ബാൽക്കണിയിലേക്കാണ്. 5 അടി വീതിയിലും 14 അടിയോളം നീളത്തിലുമാണ് ഈ ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ടഫൺ ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് ടോപ്പ് കൊടുത്താണ് ബാൽക്കണി ഫിനിഷ് ചെയ്തിരിക്കുന്നത്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 3.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 65 ലക്ഷം രൂപ മാത്രമാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.